നമസ്കാരം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സുപ്രീംകോടതിയിൽ അപേക്ഷ. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ ദിനംപ്രതി വിലയിരുത്തുന്നതിന് മേൽനോട്ട സമിതിയുടെ സ്ഥിരം ഓഫീസ് ഡാമിൽ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ അപേക്ഷ. ഡോക്ടർ ജോ ജേക്കബാണ് അപേക്ഷ നൽകിയത്. മേൽനോട്ട സമിതി രൂപീകരിച്ച 2014 ഉത്തരവിൽ ഓഫീസ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും ഇതുവരെയും നടപ്പായിട്ടില്ലെന്ന് അപേക്ഷയിൽ പറഞ്ഞു. യോഗ്യരായ സ്റ്റാഫുകളെ നിയമിച്ച് ഓഫീസ് ഉടൻ തുറക്കാൻ കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്നാണ് പ്രധാന ആവശ്യം. ഡാമിൽ സുരക്ഷാ പരിശോധന വേണമെന്ന ഹർജി 3 വർഷമായി ഹൈക്കോടതിയുടെ പരിഗണനയിൽ തുടരുകയാണെന്നും അപേക്ഷയിൽ പറഞ്ഞു. ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ച KSRTC ബസ് എത്തിയത് അമിത വേഗത്തിൽ. കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്നയിൽ KSRTC ബസ് ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറിന് പരിക്കേറ്റു. പെരുന്ന ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായ ചങ്ങനാശ്ശേരി സ്വദേശി നിസാറിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമാണ്. യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഭർത്തൃമാതാവ് അറസ്റ്റിൽ. വടക്കഞ്ചേരിയിലെ നേഖയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃമാതാവ് അറസ്റ്റിൽ. ഭർത്തൃമാതാവ് തോണിപ്പാടം കല്ലിങ്ങൽ വീട് ഇന്ദിരയെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവ് പ്രദീപ് നേരത്തെ റിമാൻഡിലായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ മാതാവും അറസ്റ്റിലാകുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് കണ്ണമ്പ്ര കാരപ്പൊറ്റ കുന്നംപുള്ളി സ്വദേശി നേഖയെ ഭർത്താവ് പ്രദീപിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം എന്നിവയാണ് കേസ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി യമൻ അധികൃതരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മോചനത്തെ സംബന്ധിച്ച ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ഇന്ന് നടന്ന അന്തിമ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം. എന്നാൽ ഉടൻ മോചിതയാകില്ല എന്നാണ് വിവരം. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങളിൽ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാൻഡ്സ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടതെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച് കളക്ടർ. കുട്ടനാട് താലൂക്കിലെ തലവടി, മുട്ടാർ ഗ്രാമപഞ്ചായത്തുകളിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ കളക്ടർ. വെള്ളപ്പൊക്കമുള്ളതിനാൽ ഈ 2 ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും നാളെ അവധി നൽകിയതായി ഉത്തരവായി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 സ്കൂളുകളാണ് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ഈ സ്കൂളുകൾക്ക് പുറമെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് മറ്റ് 15 സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു.